പുരുഷന്മാർക്ക് സൗജന്യ യാത്രയൊരുക്കിയ സ്വകാര്യ ബസ്സിന് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയെന്ന് പരാതി. KSRTC പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച അതേ ദിവസം പ്രതിഷേധ സൂചകമായി പുരുഷന്മാർക്ക് സൗജന്യ യാത്ര നൽകിയ ആലുവ മാഞ്ഞാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിനാണ് മോട്ടോർ വാഹന വകുപ്പ് ട്രിപ്പ് കട്ട് ചെയ്തു എന്ന് കാട്ടിക്കൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ 7500 രൂപ പിഴ ചുമത്തിയത്. എന്നാൽ ഇത് ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ ട്രിപ്പ് കട്ട് ചെയ്താൽ പിഴ ചുമത്താറുണ്ട്. അതിനപ്പുറമായി മറ്റൊന്നുമില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. അതേസമയം നിരവധി ബസ്സുകൾ ട്രിപ്പ് കട്ട് ചെയ്ത് കിടന്നിട്ടും എന്തുകൊണ്ട് തന്റെ ബസ്സിന് മാത്രം പിഴ ചുമത്തി? ഇത് പ്രതികാര നടപടിയാണ് എന്നുള്ളതാണ് ബസ് ഉടമ ഡേവിസ് പറയുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി ജൂൺ 15-ാം തീയതി മുതൽ സർക്കാർ നടപ്പാക്കിയത് മൂലം വലിയ പ്രതിസന്ധിയിലായ ഉടമകളിൽ ഒരാളാണ് ഞാൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധമായി അന്നേ ദിവസം എൻ്റെ ബസ്സിൽ കയറിയ യാത്രക്കാർക്ക്, പുരുഷ യാത്രക്കാർക്ക് ഞാൻ സൗജന്യ യാത്ര അനുവദിക്കുകയും അതുപോലെ KSRTC ബസ്സുകളിലേക്ക് കയറാതെ ഞങ്ങളുടെ ബസ്സിനെ കൈവിടാതെ ഞങ്ങളുടെ ബസ്സിൽ കയറിയ സ്ത്രീ യാത്രക്കാർക്ക് ഞങ്ങൾ ലഡുവും നൽകി അവരെ അനുമോദിച്ചിരുന്നു. എൻ്റെ ഒരു പ്രതിഷേധമായിരുന്നു അത്. അതിനുശേഷം ഞങ്ങളുടെ റൂട്ടും ഇതുപോലെ KSRTCയുമായിട്ട് ഇടകലർന്ന് ഓടുന്ന റൂട്ടാണ്. അതുകൊണ്ട് ആ റൂട്ടിലുള്ള മറ്റ് ഉടമകളുമായിട്ട് കൂടിയാലോചിച്ച് രാവിലത്തെ തിരക്കുള്ള സമയം കഴിഞ്ഞിട്ട് ഡീസലെങ്കിലും ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രിപ്പുകൾ പരസ്പരം ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെട്ടിക്കുറച്ചു. അത് രാവിലെ 11 മണിക്ക് ശേഷം ആ 3 മണി 4 മണിക്കൊക്കെ ഉള്ളിലുള്ള ഏറ്റവും ആള് കുറഞ്ഞൊരു സമയത്തെ ട്രിപ്പുകൾ ഞങ്ങൾ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വെട്ടിക്കുറച്ചു. പക്ഷെ അതിന്റെ പേരിൽ ഈ സംഭവം നടന്ന് 3-ാം ദിവസം എൻ്റെ ബസ്സില്, ഈ ലിറ്റിൽ ഫ്ലവർ ബസ്സില് ഉച്ചയ്ക്ക് 2:30 മണിക്കുള്ള ട്രിപ്പ് ഞാൻ ആലുവ മാഞ്ഞാലിയിലുള്ള ഒരു റൂട്ട് ആലുവയ്ക്കും തിരിച്ചുള്ളതും ഞാൻ ഓടുന്നില്ല. കാരണം അതിന് പകരം വേറെ വണ്ടികൾ അതിന് മുമ്പിലും പുറകിലും ഉണ്ട്. ഓടാതെ കിടന്നപ്പോൾ പറവൂര് ജോയിന്റ് RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ ബസ്സിൽ വന്ന് പരിശോധന നടത്തുകയും എന്താണ് ഓടാതെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഈ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി നടപ്പാക്കിയത് മൂലം സാറ് ആളില്ല എന്നുള്ളൊരു കാരണം അവരെ ബോധിപ്പിച്ചു. ഞാനും ആ ഫോൺ കണക്ട് ചെയ്തിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം അതൊന്നും കൂട്ടാക്കാൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ എനിക്ക് ഫോണിൽ മെസ്സേജ് വരാണ്, നിങ്ങളുടെ ബസ് ട്രിപ്പ് കട്ട് ചെയ്ത് കിടന്നുകൊണ്ട് 7500 രൂപ ഫൈൻ ചുമത്തിയാണുണ്ടായത്. അപ്പൊ അദ്ദേഹത്തും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഒരു പക്ഷെ പറയാം, സ്വാഭാവികമായ പരിശോധനയാണ്, സ്വാഭാവികമായ ചെക്കിംഗ് ആണെന്നൊക്കെ പറയാം. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ പരിശോധനയ്ക്ക് വരുന്ന വഴി തന്നെ ഈ സെയിം സ്ഥലങ്ങളിൽ തന്നെ, സെയിം പമ്പിലും അതിനു മുമ്പിലൊക്കെ പല വാഹനങ്ങളും ഇതേ മാതൃകയിൽ നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ എൻ്റെ ബസ്സിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പ്രതിഷേധം നടത്തിയതിൽ എന്നെ മാനസികമായിട്ട് തളർത്താനുള്ള ഒരു നീക്കമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ജൂൺ 30-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജൂലൈ 1 മുതൽ പുതിയൊരു ടാക്സിന്റെ ത്രൈമാസ നികുതിയുടെ ക്വാർട്ടർ ആരംഭിക്കുകയാണ്. അപ്പോൾ തന്നെ പലരും വളരെ പ്രയാസത്തിലായി, ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ 2 ആഴ്ച പിന്നിട്ടു. അപ്പൊ ഇതോടകം തന്നെ ഈ ഞാൻ പറഞ്ഞ ആലുവ മാഞ്ഞാലി റൂട്ടിലെ വേളാങ്കണ്ണി മാത എന്ന് പറഞ്ഞൊരു ബസ്, ആ ബസ് എന്റെ ബസ്സിന്റെ മുമ്പിലും പുറകിലുമായിട്ട് ഞങ്ങൾ ഇടകലർന്ന് ഓടുന്നതാണ്. ആ ഒരു ബസ് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോ ഈ 1-ാം തീയതി മുതല് ഇത് G-ഫോം കൊടുത്ത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ആശങ്കയിലായിരുന്നു, ഇനി ഇതുപോലെ ഒരു ഫൈൻ വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ബസ് പൂർണ്ണമായിട്ടും സ്റ്റോപ്പേജ് കൊടുത്ത് നിർത്തിക്കഴിഞ്ഞു. അപ്പൊ സംഭവിച്ചത് എന്താ, ഈ റൂട്ടിൽ തന്നെ ആ ബസ് ഒരു 4 കിലോമീറ്റർ ഒരേ ബസ് മാത്രമുള്ള ഒരു റൂട്ടിലൂടെയാണ് ഡീവിയേഷൻ ചെയ്ത് ഓടുന്നത്. ആ റൂട്ടിലെ യാത്രക്കാർക്ക് ഇപ്പോ ബസ്സില്ലാതെ അവർ വലയുകയാണ്. അവർ കിലോമീറ്ററുകളോളം നടന്നിട്ട് വേണം അടുത്ത ഒരു ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്താൻ. അപ്പൊ ഇത്തരം നടപടികൾ ശരിയായിട്ടും ഇത് ഏത് ഭാഗത്തു നിന്ന് ഉണ്ടായതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൽ വളരെ പ്രതിഷേധം ഉണ്ട്, അതിൽ വളരെ പ്രയാസമുണ്ട്. ഇത്തരമൊരു ഘട്ടത്തില് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ 7500 രൂപ എന്ന് പറയുന്നത് ഈ 15-ാം തീയതി മുതല് എൻ്റെ ബസ് ഓടിയിട്ട് അന്നൊരു ദിവസം പ്രതിഷേധമായിട്ട് സൗജന്യം അനുവദിച്ചു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നിന്നും 1 രൂപ പോലും ഇങ്ങോട്ടേക്ക് കിട്ടാതെയാണ് സർവീസ് നടത്തുന്നത്. 1 രൂപ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും 300, 400, 500 രൂപ വരെ അങ്ങോട്ട് കൊടുക്കുകയാണ്. എത്ര ദിവസം ഇത് ഈ
കഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ ഇതൊക്കെ ഞാൻ ബസ് നിർത്തുന്നില്ല എന്നതിന്റെ കാരണം ഇപ്പൊ എന്റെ മുമ്പിലുള്ള അദ്ദേഹം നിർത്തി, ഇനി ഞാനും കൂടി നിർത്തി കഴിഞ്ഞാല് ആ റൂട്ടില് ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, കുറച്ച് ആളുകൾ, ഏകദേശം 550-600 ഓളം യാത്രക്കാർ കയറി ഇറങ്ങിയ ഒരു ബസ്സാണ്. യാത്രക്കാർ മാത്രം. അതിലധികം, അതിന്റെ ഇരട്ടിയോളം സ്റ്റുഡൻസും യാത്ര ചെയ്യുന്ന, അവരെ ആശ്രയിക്കുന്ന ഒരു ബസ്സാണ്. അപ്പൊ ഞാൻ 40 വർഷമായിട്ട് ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് കേവലം ഒരു വരുമാന മാർഗം മാത്രമല്ല, എൻ്റെ ഒരു സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയും കൂടി ഇതിനകത്ത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്താതെ ഞാൻ നഷ്ടം സഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ കാരണം സർക്കാരിനോട് ഒരിക്കലും എതിരല്ല. ഞാനോ ഞങ്ങളുടെ സഹപ്രവർത്തകരോ ഒരു ബസ് ഉടമ പോലും സർക്കാരിനോട് എതിരല്ല. പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും, അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ G-Form കൊടുത്ത് നിർത്താത്തത്. സർക്കാരിനോടുള്ള ഒരു വെല്ലുവിളിയല്ല. അപ്പൊ ഈ കാര്യത്തില് ഒരുപാട് ആളുകൾ ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈ ബസ് ഇല്ലെങ്കിൽ അടുത്ത മാർഗം സ്വീകരിക്കും എന്നൊക്കെ പറയാം. പക്ഷെ അതിനപ്പുറത്ത് പൊതുസമൂഹം എന്ന് പറയുന്നത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇതിനെ ആശ്രയിച്ച് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിലെ സാധാരണക്കാരായ യാത്രക്കാരുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, ഈ ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരി, അത്താണി, ചെങ്ങമനാട് വരെ അനേകം ബസ്സുകൾ KSRTCയുടെ ചാലക്കുടി, അങ്കമാലി ഡിപ്പോകളിലേക്കും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിനിടയിലൂടെയാണ് ഞാൻ ഓടുന്നത്. പിന്നെ അവിടെ നിന്ന് അത്താണി കഴിഞ്ഞാൽ പിന്നെ ഒരു 8 കിലോമീറ്ററിലേക്ക് ഈ കുറച്ച് KSRTC ഉണ്ട്. അതിനകത്ത് ഈ ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പുതിയ ഷെഡ്യൂളും കൂടി ആരംഭിച്ചു. വയൽക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക്, ആലുവ വയൽക്കര എന്ന് പറഞ്ഞത് 2 ട്രിപ്പാണ്. രാവിലെ പീക്ക് ടൈമിൽ ഒരു ട്രിപ്പ്, രാവിലെ 7:10 ആലുവയിൽ നിന്ന് വന്ന് 8 മണിക്ക് വയൽക്കരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ അതുപോലെ തന്നെ വൈകുന്നേരം 5:10 ആലുവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഈ വയൽക്കരയ്ക്ക് പോരും. ഈ വയൽക്കരയിൽ നിന്ന് തിരിച്ചും അതുപോലെ തന്നെ. ഈ പറയുന്ന 2 പ്രധാനപ്പെട്ട ട്രിപ്പുകളിലും എന്റെ ബസ്സിന്റെ തൊട്ടു മുമ്പിൽ തന്നെയാണ് ഈ വയൽക്കര ആലുവ എന്ന് പറയുന്ന KSRTC പുതിയതായിട്ട് ആരംഭിച്ച ബസ് ഓടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും പീക്ക് ടൈമിലുള്ള 2 ട്രിപ്പുകള് ഈ ബസ് എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. ആദ്യം സ്ത്രീകൾക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അത്രയും നമ്മൾ ബാധിച്ചില്ല. പക്ഷെ ഇപ്പൊ സൗജന്യം കൂടി ആക്കി കഴിഞ്ഞപ്പോ ആ പരിസരത്തുള്ള മുഴുവൻ ആളുകളും, സ്ത്രീകള് ഈ ബസ്സിലേക്ക് പോവുകയാണ്. എന്റെ ബസ്സിലേക്ക് വിദ്യാർത്ഥികൾ മാത്രം ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു സാഹചര്യം അടിയന്തരമായിട്ട് സർക്കാർ ഇതിനെ കണക്കിലെടുക്കണം. അതുപോലെ എനിക്ക് ഇതുപോലത്തെ ഒരു പരിസ്ഥിതിയിലാണ് ഈ ചലാൻ അടിക്കാനുണ്ടായ ഒരു സാഹചര്യം. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നഷ്ടം കുറയ്ക്കാൻ വേണ്ടി ഒരു ട്രിപ്പ് വെട്ടിക്കുറച്ചു. ഞാൻ ഇനി ഒരു കാര്യവും കൂടി പറയാം. അതായത് ഈ കഴുമരത്തിലേറ്റിയ ഒരാളെ തൂക്കിക്കൊല്ലാനായിട്ട് കഴുമരത്തിലേക്ക് ഏറ്റിയ ഒരു ആളെ, അദ്ദേഹം കഴുമരത്തിൽ കിടക്കുകയാണ്, അദ്ദേഹത്തിന് ചാട്ടവാറെടുത്തടിച്ച ആ ഒരു പ്രതീതിയാണ് എന്നോട് കാണിച്ച ആ ഒരു മനോഭാവത്തില് എന്നോടിപ്പോ ഈ ചെയ്ത ഈ എന്താ പറയുന്ന ക്രൂരത എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള ഒരു പ്രതികാര നടപടിയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ അധികാരികൾ എങ്ങനെയൊക്കെ ഇതിനെ ന്യായീകരിച്ചാലും ശരി, ഇത് തികച്ചും അനവസരത്തിലായി. പ്രായോഗികമായിട്ട് ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ ആ ഉദ്യോഗസ്ഥൻ ചെയ്തത് ഇതൊരു കൊടും ചതിയായെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.